ശ്രമിക്കണം. അത്ര തീരുമാനമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന 3 മഹത് വ്യക്തികളും ഈ പ്രേക്ഷകരെ മടയരാക്കി സംസാരിക്കുകയാണ്. പ്രതിപക്ഷത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നതായ മിസ്റ്റർ പി ടി തോമസ് ഇപ്പോഴാണ് ഈ അപകടം ഇത്രയും വലുതായെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള മന്ത്രിസഭ എന്ത് ചെയ്തു? ഈ ജനങ്ങൾക്ക് വല്ല അറിവുണ്ടോ? CWCയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് സുപ്രീം കോടതി ഈ വിധി ഉണ്ടാക്കി വെച്ചത്. CWCയെ ബോധ്യപ്പെടുത്താൻ പോലും നമ്മുടെ കേരള സർക്കാരുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നവരായാലും ശരി ഇപ്പോഴുള്ളവരായാലും ശരി അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. CWCയുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയത്. അത് വളരെ ഖേദകരമായ വിധിയാണ്. 2ാം പ്രാവശ്യം ഒരു റിവ്യൂ കൊടുത്തു. ആ റിവ്യൂ പോലും തള്ളിക്കളഞ്ഞു. 3ാം പ്രാവശ്യം 27-ാം തീയതി അടുത്തത് വെച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ ആക്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് കൊടുക്കാൻ പോകുന്നതായ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നതായ ഒരു പേപ്പറിനെ കുറിച്ച് വിധി പറയാൻ പോവുകയാണ്. ആ സമയത്തിലെങ്കിലും ഈ കേരളത്തിലുണ്ടാകുന്ന ഗതികേടിനെ കുറിച്ച്, അപകടത്തെക്കുറിച്ച്, ഈ ഡാമിന്റെ പരിസരത്തിൽ നിൽക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനെയും കുറിച്ച് ഈ നമ്മുടെ സർക്കാരിന് ബോധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് എനിക്ക് താഴ്മയായിട്ട് പറയുവാനുള്ളത്. മുല്ലപ്പെരിയാർ പ്രശ്നം കേരളത്തിൽ സജീവമായി വന്നത് 1991-96 കാലഘട്ടത്തിലാണ്. ആ മുല്ലപ്പെരിയാർ സംബന്ധിച്ച ഒരു അഡ്വോ കമ്മിറ്റി, ആ പഠനത്തെ സംബന്ധിച്ച അഡ്വോ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ടാണ് മുല്ലപ്പെരിയാർ ഇന്ന് കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ കാരണമായ ഒരു പ്രധാനപ്പെട്ട വസ്തുത. 2, ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഇത്രയും ഗുരുതരമായപ്പോൾ, ഏറ്റവും ഗുരുതരമായ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചതും UDF ഗവൺമെന്റാണ്. ഞാനിവിടെ UDF LDF എന്ന് പറയുന്നില്ല, അങ്ങനെ അങ്ങ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം പറയാം. അതുകൊണ്ട് 1886 ശേഷം മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സൃഷ്ടിപരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 2 നടപടിയാണ്. 91-96 മുല്ലപ്പെരിയാർ കരാറിനെ സംബന്ധിച്ച നിയമസഭ അഡ്കോ കമ്മിറ്റി എല്ലാ പാർട്ടികളും ഉൾപ്പെടുന്നതാണ്. 2003 ഭേദഗതി ചെയ്ത 2006 ഡാം സേഫ്റ്റി അതോറിറ്റി, ഈ 2 സുപ്രധാന നടപടികളെ കാണാതിരുന്നിട്ട് അന്ധമായൊരു സംസാരം നടത്താൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മുല്ലപ്പെരിയാർ കാര്യത്തിൽ UDFന്റെ കാലത്ത് ഗവൺമെന്റ് പരാജയപ്പെടുന്നു, സുപ്രീം കോടതി പറഞ്ഞു, ഇപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ വേണ്ട രീതിയിൽ വിശദീകരിക്കാത്തതുകൊണ്ട് പലപ്പോഴും UDFന്റെ കാലത്തും LDFന്റെ കാലത്തും ഒരു പ്രശ്നം വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു. ഇപ്പൊ 23-ന് നടക്കേണ്ടിയിരുന്ന യോഗം നടത്താതിരിക്കാൻ തമിഴ്നാടിന് കഴിഞ്ഞു. 29-ലേക്കാണ് യോഗം വെച്ചിട്ടുള്ളത്. 27-ന് ഇടക്കാല വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഏത് തരത്തിലാണ് സർക്കാരിന് ഇതിനെ നേരിടാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഞാനും ഈ പറഞ്ഞ പോയിന്റിനെ ഡിസ്പ്യൂട്ട് ചെയ്യാണ്. AIADMKയുടെ നേതാവ് സൂചിപ്പിച്ച വിഷയം, അഡ്വക്കേറ്റ് സൂചിപ്പിച്ച വിഷയം ഡിസ്പ്യൂട്ട് ചെയ്യാം. ഞാൻ മറ്റു കാര്യങ്ങളിൽ ഈ 6 മാസം ഈ ഗവൺമെന്റ് എന്ത് തെറ്റ് ചെയ്തു? എടുത്ത ഏത് നടപടികളിൽ പിശകുണ്ട്? 136 അടിയായി നിന്നും 142-ലേക്കും 142-ൽ നിന്ന് 152-ലേക്കും നിജപ്പെടുത്തണമെന്ന ഫെബ്രുവരി 27-ലെ സുപ്രീം കോടതിയുടെ അൾട്ടിമേറ്റ് വിധി, അതിന്മേൽ അന്നത്തെ ഗവൺമെന്റ് റിവിഷൻ കൊടുത്തു, 1 തള്ളി. ഞാൻ പറയട്ടെ, 2ാമത്തെ റിവിഷൻ കൊടുത്തു, അതും തള്ളി. ദാറ്റ് മീൻസ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഈസ് ഫൈനൽ ആൻഡ് അബ്സല്യൂട്ട് ആയിട്ടുള്ള ആ സുപ്രീം കോടതി വിധിയിൽ നിന്നാണ് ഞാൻ പറയുന്നു, ആ വീക്ക് വിക്കറ്റിൽ നിന്നാണ് ഈ ഗവൺമെന്റ്, ഞാനിത് ഗവൺമെന്റ് നേട്ടമൊന്നല്ല, പ്രതിപക്ഷവും സഹകരിച്ചിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് സഹായകരമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ ഉണ്ടായി. നമ്മൾ എന്തിനാ അതൊക്കെ മറച്ചു വെക്കുന്നത്? അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റാ. അപ്പൊ ഇപ്പൊ നമുക്ക് 2 സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന നിലയിലേക്ക് സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ വാങ്ങിയെടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ പ്രശംസിക്കേണ്ട, കുറ്റം പറയാതെങ്കിലും ഇരിക്കാനുള്ള The bikes that will thrill you in Doom 2 come from the makers of the stunning Zeus. Suzuki Zeus, mark your presence.
Introducing the G-Pass Fortune Contest. Right now, spend 100 dirhams or more on G-Pass products at any outlet in the UAE, and you'll get a raffle coupon to win. It could be your chance to drive away in luxury in a new Mercedes-Benz, or could be your ticket to Switzerland, or win a complete range of home appliances, including TV, fridge, washing machine, microwave, home theatre, and more. Plus other premium prizes to win. G-Pass raffle tickets, available October 10th to December 10th. Rush and be lucky with G-Pass Fortune. Esteem means what? Esteem means honor, pride. Pride means? Feeling good inside. Feeling good inside, like ice cream. No more. Esteem എന്ന് വെച്ചാ മനസ്സിനുള്ളിൽ you feel big. Esteem means big. Say like that, no. The easy to own big car. Big on power, big on mileage. I'm more esteemed than you. Maruti Esteem. Welcome to the big world. ലോകം മുഴുവനും തെരഞ്ഞു ഫോർ ദാറ്റ് പെർഫെക്റ്റ് സൂട്ട്. ഇവിടെ കണ്ടു, ഇനി ഇവിടെ തന്നെ. വെയിറ്റ് until The bikes that will thrill you in Doom 2 come from the makers of the stunning Zeus. Suzuki Zeus, mark your presence. Your new Scorpio. തമിഴ്നാട് സർക്കാരിനെതിരെ അവരുടെ ഈ കാര്യത്തിന്മേലുള്ള നിലപാടിനെതിരെ ശക്തമായി ഒന്ന് ഉച്ചരിക്കുവാൻ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല? ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിൽ കന്യാകുമാരി ജില്ലയിൽ DMK CPM സഖ്യം അവർ പറഞ്ഞിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമുണ്ട്. നെയ്യാറിൽ നിന്ന് ജലം ഞങ്ങൾ നേടിത്തരും. ആ വാഗ്ദാനം അവർ പറയുകയും ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ CPMന് ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരാവശ്യപ്പെടാതിരുന്നിട്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നെയ്യാറിലെ വെള്ളം അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി. രാഷ്ട്രീയ താല്പര്യം മാത്രം നോക്കി. ജനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രം, ജനങ്ങളുടെ താല്പര്യമല്ല, രാഷ്ട്രീയ താല്പര്യമാണ് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന UDF ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ നടന്ന മിക്ക കേസുകളിലും വാദങ്ങളിൽ തോൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. തമിഴ്നാട് അവരുടെ വാദഗതികൾ വളരെ ഫലപ്രദമായി കോടതിയിൽ അവതരിപ്പിക്കുകയും അവർക്ക് അനുകൂലമായ നിയമ തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടായിട്ട് കൂടി അത് സ്ഥാപിച്ചെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കോടതിയിൽ 27-ാം തീയതി കേസ് വരുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റുമാർ, നമ്മുടെ വക്കീലന്മാർ സുപ്രീം കോടതി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ 30 ലക്ഷത്തോളം ആളുകളുടെ ജീവനും സ്വത്തിനും 4 ജില്ലയിലെ ജനങ്ങളുടെ വസ്തുവകൾക്കും സുപ്രീം കോടതി ഉത്തരവാദിത്വം വഹിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ തർക്കം പറഞ്ഞ് പഴയ ചരിത്രത്തിലേക്ക് ഇറങ്ങി പഴിചാരുകയല്ല വേണ്ടത്. 27-നും 29-നും എന്താ ചെയ്യേണ്ടത്? റിയോ ഡി ജനറോ ഉച്ചകോടിയുടെ തീരുമാനമനുസരിച്ച്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രിക്കോഷണറി പ്രോട്ടോകോൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ട്. ഇത്തരത്തിലുള്ള ഡാമുകളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടന ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദഗ്ധരടങ്ങിയ ഒരു സമിതി ഈ പ്രദേശം, ഈ ഡാം 10 ദിവസമെങ്കിൽ 10 ദിവസം എടുത്തത് വിദഗ്ധമായി പഠനം നടത്തി ഒരു ശാസ്ത്രീയമായ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. സാറേ, എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തെ പറ്റി കേരളത്തിലെ 4 ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇടുക്കിയിൽ നിന്നൊരു സ്ഫോടനം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം കോട്ടയം ജില്ലയിലും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവിടെ സന്ദർശിച്ച വിവിധ ടെക്നീഷ്യന്മാരും അതുപോലുള്ള ജനപ്രതിനിധികളും പറഞ്ഞനുസരിച്ച് പത്രത്തിലൂടെ കാണുവാൻ കഴിഞ്ഞത് പുതിയൊരു ഡാം നിർമ്മിക്കുവാനുള്ള സംവിധാനം ഈ ഗവൺമെന്റ് തയ്യാറാക്കുമോ ഇല്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഉന്നയിച്ചത് പ്രധാനമായും 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, തമിഴ്നാടിനെതിരെ ശക്തമായി ഒരു വാക്ക് പോലും സർക്കാർ ഉച്ചരിക്കുന്നില്ല എന്ന ഒരു പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ടു. മറ്റൊന്ന്, പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് ഏത് തരത്തിലാണ് നമുക്ക് അത് ആലോചിക്കാൻ കഴിയുക എന്നുള്ള ഒരു പ്രശ്നം. മറ്റൊന്ന്, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലെങ്കിലും ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പഠനം നടത്തിച്ച് അത്തരത്തിൽ കേരളത്തിന് അനുകൂലമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നീ ഇത്രയും പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ ഉന്നയിച്ച സതുദ്ദേശപരമായ വിമർശനങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. കാരണം തമിഴ്നാടിനെ സംസ്ഥാന മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഗവൺമെന്റിനെയും അധിക്ഷേപിച്ച് 10 പ്രസ്താവന ഇറക്കിയാൽ നല്ലതുപോലെ കയ്യടി കിട്ടും എന്ന് ഗവൺമെന്റ് അറിയാം.
അങ്ങനെ കയ്യടി വാങ്ങിയതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. അതേ ഭാഷയിൽ പ്രതികരിക്കാനും അതിനേക്കാൾ ശക്തമായ ഭാഷയിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനും അവർക്കും കഴിയും. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ മറ്റ് ചില ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ആ നിലയിൽ ഒരു ഗവൺമെന്റ് പോകാൻ കഴിയില്ല. ഒന്ന്, ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്യേണ്ട തലങ്ങളിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തകർക്കാതെ ഡിപ്ലോമാറ്റിക്കായി എതിർക്കേണ്ടുന്ന കാര്യങ്ങൾ നല്ല രൂപത്തിൽ കരുണാനിധിയുടെ കത്തിന് മറുപടി എന്ന രൂപത്തിൽ അതൊക്കെയാണ് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്. ഓരോന്ന് മറുപടി പറയാം. അതൊക്കെയാണ് നെയ്യാറിലെ ജലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് അബദ്ധമായി എന്ന ഒരു തോന്നലുണ്ടോ? അതാണ് ഒന്ന്. രണ്ടാമത്തത് ശാശ്വത പരിഹാരത്തെ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് നാളെ ഇറങ്ങി കരുണാനിധി കലയിച്ച ഒരു കരുണാനിധി മോശക്കാരനാണെന്ന് പറയാൻ പോകുന്നില്ല. എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അങ്ങനെ പറയാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് നിലവിലുള്ളത് തകർക്കാൻ ഇതൊരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കേരളത്തിന് അപ്പുറത്തുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണ്. ഗവൺമെന്റ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല. അവർ തമിഴ് സംസാരിക്കുന്നു, കേരളം മലയാളം സംസാരിക്കുന്നു എന്ന് വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് കേരളം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? തമിഴ്നാടിന്റെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒക്കെ നടത്തുന്ന വിലയിരുത്തൽ വളരെ ബാലിശമാണ്. പ്രശ്നത്തെ ഗൗരവമായി കാണുന്നില്ല. രണ്ടാമത്തെ ശാശ്വത പരിഹാരത്തെ സംബന്ധിച്ച് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഈ ചർച്ചകളിലൂടെ കഴിയട്ടെ എന്ന് ഈ ഗവൺമെന്റ് പ്രത്യാശിക്കുന്നു. ഇത് ഒരു നിലവിലുണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ വിധി, ആ വിധിയെ മറികടക്കാൻ അല്ലെങ്കിൽ ആ വിധിയിൽ നിന്ന് കേരളം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. UDF ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ഭേദഗതികളടക്കം അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ അധികാരാവകാശങ്ങൾ നൽകി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡാം സേഫ്റ്റി അതോറിറ്റി അങ്ങനൊരു നിയമമുണ്ടാക്കാൻ കേരള നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ്. ഉയരം കൂട്ടണമോ കുറയ്ക്കണമോ, ഡാമിന് സുരക്ഷയുണ്ടോ എന്നല്ല കേസ്. വെദർ സ്റ്റേറ്റ് ഹാസ് ദ ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് ടു ലെജിസ്ലേറ്റ് എ ലോ. ആ കാര്യമാണ് ചർച്ച. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റനാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ ഡാമിന്റെ സുരക്ഷയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 152 ആക്കിയാൽ ഒരു കുഴപ്പമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. എക്സ്പേർട്ട് കമ്മിറ്റി സാറിന്റെ ഒപ്പീനിയൻ അവർ ഡിസന്റ് വ്യൂ പോലും പരിഗണിക്കാൻ തയ്യാറായില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ. ആ പൊസിഷനിൽ നിന്ന് എങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യാന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചിട്ട് കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ. നെയ്യാറിലെ പ്രശ്നത്തെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് ഇതേവരെ വെള്ളം വിട്ടുകൊടുത്തിട്ടില്ല. ഈ ആക്ട് അനുസരിച്ച് മനസ്സിലാക്കുന്ന വെള്ളം വിട്ടുകൊടുക്കണമെങ്കിൽ ഇതെന്തിനാ കാര്യം മനസ്സിലാക്കാനാണ്. കേരള ഗവൺമെന്റ് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ ആദ്യ നടപടി എന്ന നിലയിൽ ഒരു പ്രമേയം പാസാക്കി. കേരള നിയമസഭ പ്രമേയം പാസാക്കി. എന്താ അടുത്ത സ്റ്റെപ്പ്? തമിഴ്നാടും കേരളവും തമ്മിൽ ഈ കാര്യത്തിൽ ചർച്ച നടക്കണം. ചർച്ച നടക്കുമ്പോൾ വ്യവസ്ഥകൾ ഉണ്ടാകും. ഇത് എത്രയോ 2004 വരെ വിട്ടുകൊടുത്തുകൊണ്ടിരുന്ന വെള്ളമാണ്. വിളവങ്കോട് താലൂക്കിന് വേണ്ടി കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഡാമാണ് ഈ ഡാം. അന്ന് കന്യാകുമാരി ജില്ല കേരളത്തിന്റെ ഭാഗമാണ്, തിരുവിതാംകൂറിന്റെ ഭാഗമാണ്, തിരുക്കൊച്ചിയുടെ ഭാഗമാണ്. ആ വെള്ളം വിട്ടുകൊടുക്കണമെങ്കിൽ ഇനി കേരളം മുന്നോട്ട് പോകുന്ന വ്യവസ്ഥകൾ പറമ്പിക്കുളം മലയാർ ചിലപ്പോൾ പരിഹരിക്കണമെന്ന് പറയും, മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കും. അപ്പൊ ബാർഗൈനിങ് പോയിന്റ്, നെഗോഷിയേറ്റിംഗ് പോയിന്റ്, എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പൊ ഇപ്പൊ റെസൊല്യൂഷനാണ് പാസ്സായത്. ഇത്തരത്തിൽ എന്ത് ബാർഗൈനിങ് പോയിന്റുകളൊക്കെയാണ് സർക്കാർ? ബാർഗൈനിങ് പോയിന്റ്സ് ഉണ്ട് ഈ കാര്യത്തിൽ. ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ കൗണ്ടർ പോയിന്റ്സ് ഗവൺമെന്റ് ഉണ്ടാകും. സ്വാഭാവികം. ഇപ്പൊ നെയ്യാറിൽ വെള്ളം വിട്ടുകൊടുക്കുമ്പോൾ ഇന്നലെ വരെ വിട്ടുകൊടുത്തിരുന്ന ഒരു പൈസയും വാങ്ങാതെയാണ്, ചുമ്മാതെ വിട്ടുകൊടുത്തു. മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റുകളും വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രൈസ് ഉണ്ടാവണം. സ്വാഭാവികമായും തമിഴ്നാടുമായി ചർച്ച ചെയ്യുമ്പോൾ നെയ്യാർ മാത്രമല്ലല്ലോ പ്രശ്നം, വേറെയും പ്രശ്നങ്ങളുണ്ട്. ചർച്ച എല്ലാം കൂടി ചർച്ച ചെയ്യാം. മുല്ലപ്പെരിയാറിന്റെ ചർച്ചയിൽ നാളെ ഒരു പക്ഷേ PAPയുടെ ചർച്ച ഉണ്ടാകാം, ശിരുവാണിയുടെ ചർച്ചയുണ്ടാകാം. അതൊക്കെ ഒരു ടേബിൾ. അതാണ് ഞാൻ പറഞ്ഞത്. കോൺട്രാക്ട് വെള്ളം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഗവൺമെന്റ് ഏർപ്പെട്ടിട്ടില്ല. ആ കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ മാത്രമാണ് നിയമസഭയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കേരളം ഒറ്റ ശബ്ദത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു ശബ്ദത്തിൽ കേരളത്തിന്റെ വാദം തമിഴ്നാട്ടിൽ അവതരിപ്പിക്കണം. കരുണാനിധി 29ലേക്ക് ചർച്ച മാറ്റി വെച്ചിരിക്കുന്നത് 27 സുപ്രീം കോടതി അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്നുള്ള രാഷ്ട്രീയ കള്ളലാക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും അതിനെ മറികടക്കാനുള്ള ഏറ്റവും അവധാനതയോടുകൂടിയുള്ള ശ്രമം കേരളം സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഈ കാര്യത്തിൽ രണ്ട് സ്വരമില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ. ഇപ്പോ ഈ മന്ത്രി പറഞ്ഞതുപോലെ മറ്റു വിഷയങ്ങളിലുള്ള ഒരു ബാർഗൈനിങ് പവർ ഉപയോഗിച്ച് കേരളത്തിന് ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, മിനിസ്റ്റർ പുതിയ ഡാമിന്റെ ആൾട്ടർനേറ്റീവിനെ പറ്റി പറഞ്ഞു. 999 കൊല്ലത്തേക്ക് ഒരു കരാറ് ഉറപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡാമിന്റെ കാലാവധി അത്രയും നീണ്ടു നിൽക്കില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് വേറൊരു ഡാം കെട്ടുക എന്നുള്ളൊരു മസ്റ്റാണ്. പിന്നെ അതിനു മുമ്പ് 136 വെള്ളം നിർത്തണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഔട്ട്ലെറ്റ് ഇല്ലാത്തതുകൊണ്ട് 136 മുകളിൽ പോകും ഫ്ലഡ് ടൈമിൽ. അതുകൊണ്ട് ചർച്ചയുടെ സമയത്ത് നമ്മൾ അവതരിപ്പിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ 13 സ്പിൽവേ വെന്റ് ഉള്ളതിൽ 1 or 2 ഇങ്ങനെ എന്തിലുള്ള പുതിയ സ്പിൽവേ വെന്റ് ക്രസ്റ്റ് ലെവൽ താഴ്ത്തി വച്ചിട്ട് ലെവൽ പൊങ്ങി വരുമ്പോൾ 136 ആകേണ്ട 130 ആകുമ്പോൾ തന്നെ ആ 2 സ്പിൽവേ വെന്റ് തുറന്ന് വെള്ളം റെഗുലേറ്റ് ചെയ്ത്
നമുക്ക് 136 താഴെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നും നമ്മൾ ചർച്ചയിൽ ആവശ്യപ്പെടേണ്ടി. ഇതിനെല്ലാം തന്നെ തമിഴ്നാടിന്റെ സഹകരണം ആവശ്യമാണ്. സഹകരണം വളരെ അത്യാവശ്യമാണ്, അല്ലാതെ പറ്റുകയില്ല. എപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ശത്രുബിംബം ആവശ്യമാണ് എല്ലാ പ്രശ്നങ്ങളിലും. ഇന്ത്യ എന്ന നിലയ്ക്ക് നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാകുന്നു, മലയാളികൾ എന്ന നിലയ്ക്ക് നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ തമിഴർ നമ്മുടെ ശത്രുവാകുന്നു. ഈ ശത്രുബിംബങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭാഷയിൽ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ കഴിയട്ടെ എന്ന വിചാരത്തോടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.